സമീപ പ്രദേശത്തുള്ള ആണ്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠാ മഹോത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവരിക്കാനായിട്ടാണ് നമ്മളിന്ന് പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത്. കണ്ണൂരിന് സമാനമായിട്ട് പടിഞ്ഞാട്ട് ദർശനമുള്ള അപൂർവം ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ആണ്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. 2014 ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ സമഗ്രമായ പുനരുദ്ധാരണത്തിന് ശേഷം 10 വർഷങ്ങൾക്കിപ്പുറം ധ്വജപ്രതിഷ്ഠ എന്ന മേൽമുൻ ഭംഗിയായി തിരുവുത്സവം ആണ്ടൂർ തിരുവാതിര എന്ന പേരിൽ നടന്നു വരുന്നുണ്ട്. ഈ വർഷം ഒരു സ്ഥിരം കൊടിമരം വേണം എന്ന ആഗ്രഹത്തോടെ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ സ്ഥിര ധ്വജമില്ലായിരുന്നു. കൊടിയേറി ഉത്സവം നടന്നു വന്നിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് ഈ വർഷം ഒരു സ്ഥിര ധ്വജം വേണമെന്ന ആഗ്രഹം ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ക്ഷേത്രത്തിലെ ദേവസ്വം കമ്മിറ്റിയും തിരുവുത്സവ കമ്മിറ്റിയും സംയുക്തമായി ധ്വജപ്രതിഷ്ഠാ സമിതി എന്ന പേരിൽ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഈ വരുന്ന മാർച്ച് 30-ന് ധ്വജപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുകയാണ്. 25 മുതൽ 30 വരെ ചടങ്ങുകളും അന്ന് വൈകിട്ട് തൃക്കൊടിയേറ്റും ഏപ്രിൽ 4 വരെ തിരുവുത്സവം നടക്കുകയാണ്. ഇത് സംബന്ധിച്ച കൂടുതൽ പരിപാടികൾ വിശദമാക്കുന്നതിനായി ധ്വജപ്രതിഷ്ഠാ സമിതിയുടെ സെക്രട്ടറി ശ്രീ രാജേഷ് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പരിപാടിയായിട്ടാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. ധ്വജപ്രതിഷ്ഠ എന്ന് പറയുന്നത് ക്ഷേത്രത്തെ സംബന്ധിച്ച് ക്ഷേത്രം ഇതുവരെ ഉണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്ന് അതിന്റെ വിശ്വാസപരമായിട്ടും ആത്മീയപരമായിട്ടും കുറച്ചുകൂടി ഒരു ഔന്നത്യം കൈവരിക്കുക എന്നുള്ളതാണ്. ക്ഷേത്രത്തിന്റെ പ്രാധാന്യം ഏറുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ വീക്ഷിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഉത്സവം നടത്തിയത് നമ്മൾ സ്ഥിരം കൊടിമരത്തിലേക്ക് മാറുകയാണ്.